ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് പുറത്ത് പോവാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. മെയിനായിട്ട് ഫുഡ് കഴിക്കാനാണ്. പിന്നെ പറ്റുകയാണെങ്കിൽ തിരക്കൊന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് മാളിൽ ഒന്ന് കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നാളല്ല 2-3 ആഴ്ചയായി തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കണം എന്നൊരു മോഹം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. ഞാനും അമ്മയും ചേട്ടനും ഉണ്ട്. അപ്പം ഞങ്ങൾ പോയിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് വരാം. എന്താണ് മിണ്ടാടുക്കണം? പോയിട്ട് വരാം. അപ്പോൾ ഞാൻ ഇന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ശനിയാഴ്ച ആണല്ലോ, അപ്പോൾ വീട്ടിലേക്ക് വന്നു, കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ പോവാണ്. സമയം എത്രയായി? 7 മണി ആയിട്ടാ. 7 മണിക്ക് ഞങ്ങൾ പോകണം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. പോണ വഴിക്ക് കാണിച്ചു തരാം കേട്ടോ. ബൈ. അപ്പോൾ ഞങ്ങൾ കാറിലല്ല കേട്ടോ പോണേ. കാറിൽ പെട്രോളില്ല. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിലും ബൈക്കിലായിട്ട് പോകണം. അപ്പോൾ ബൈ ബൈ. വണ്ടി അയ്യ, അവിടുത്തെ ഒരു രസമല്ലേ, ഞങ്ങൾ നാളെ കഴിയും. അപ്പം ഞങ്ങളിതേ കടയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ടടുത്തുള്ള കടയാണ്. ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്കെന്ന് വെച്ചാൽ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ നമ്മൾ വന്നേക്കട സന്തോഷേണ്ട തട്ടുകട ഇവിടേക്കാണ് കേട്ടോ. കൊള്ളിയും പൊട്ടിയും ഫ്രൈഡ് റൈസ്. ഹൈലൈറ്റ് മാളിൻ്റെ അവിടെയൊക്കെ നല്ല ചിലപ്പോൾ ഹൈലൈറ്റ് മാളിലേക്ക് മാറ്റി കണ്ട റോഡിൽ ഫുള്ള് വണ്ടികൾ കിടക്കണ ഞാൻ കാണിച്ചു തരണത്. ടാങ്കർ ലോറി HP എന്നൊക്കെ എഴുതിയ വണ്ടിയുണ്ടോ. പിന്നെ ഇത് അവിടുത്തെ മെനു. കാശ് എഴുതിയിട്ടില്ല, ഒക്കെ ഐറ്റംസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആ കാശ് എണ്ണിക്കൊണ്ടിരിക്കണതാണ് സന്തോഷേട്ടൻ്റെ കടയിലത്തെ സന്തോഷേട്ടൻ. ഈ കടയുടെ ഓണറാണ് കേട്ടോ. അവിടെ പൊറോട്ട അടിക്കുന്ന ചേട്ടന് വിനോദ് ചേട്ടൻ്റെ മോച്ചായിൻ്റെ കേട്ടോ, നമ്മുടെ വിനോദ് ചേട്ടൻ്റെ മോച്ചായ. അപ്പം അമ്മ പറയായിരുന്നു ആളെടുത്തിട്ട് നമ്മുടെ വിനോദ് ചേട്ടൻ്റെ അപരൻ എന്ന് പറഞ്ഞിട്ട്. കിട്ടിയപ്പന്നെ കുറ്റം പറയും. കൊള്ളിയും പൊട്ടുന്നല്ല, കൊള്ളി ഇടയിൽ ഓരോ പൊട്ടി. ഞാൻ കഴിക്കാൻ പോവാ. കഴിച്ചോ? എന്താ കഴിക്കണില്ലേ? അമ്മക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ ഞങ്ങളിത് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിക്കായിരുന്നു കേട്ടോ. 3 പേരും 3 ഡിഫറെൻ്റ് ആയിട്ടുള്ളതല്ല ഓർഡർ ചെയ്തത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഇവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടമാണ്. ഈ കട മുമ്പ് നമ്മുടെ ബൈപ്പാസിൻ്റെ അവിടെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, അപ്പോൾ അവിടെയായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് മാറ്റിയിരിക്കണതാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. പറയണം ഐഫോൺ സ്റ്റോറേജ് ഫുള്ളും കണ്ടിട്ടാണ് സംഭവം. ഞാൻ കുറേ കളഞ്ഞു.
ഇത് നടന്നില്ലേ കഴിഞ്ഞില്ല എല്ലാ ആഴ്ചയും വീഡിയോ എടുക്കണം. പിന്നെ ഒരാഴ്ച മാത്രം വീഡിയോ എടുക്കണം. പൊളി അമ്മയുടെ ഫോണിൽ കഴിക്കാറുണ്ടോ അയച്ചിട്ടോ തരാം ഇവിടെ കറണ്ട് ഇല്ലട്ടാ. പിന്നെ ഇവിടെ തിരക്കൂട്ടണ അയ്യോ ചൂടിട്ട് ചവറായിട്ടില്ല ഗൈസ്. ഞങ്ങൾ ഹൈലൈറ്റ് മണി പോകുന്നില്ല, ഇവിടുത്തെ തിരക്കാണ്. ഹരിതയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്, കുറച്ചല്ല 2 സാധനങ്ങൾ. അപ്പോൾ നമുക്ക് കടയിൽ പോവാം. ഹെൽമെറ്റ് 2 ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് കേട്ടത് മാൽക്കിസ്റ്റ്. ഈ കടയിലത്തെ മാൽക്കിസ്റ്റ് മൊത്തം പോണത് എൻ്റെ വയറ്റിലേക്കാണ്. പിന്നെ ബൗൺസ് പണ്ടോട്ടെ ഫേവറേറ്റാണ്, ഇപ്പോൾ ഒന്ന് വീണ്ടും തീറ്റ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് എന്തോ ഒരു സാധനം ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടെടുത്താണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു, എല്ലാം വാങ്ങിച്ചു. ഹെൽമെറ്റ് വീട്ടിലാക്കാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. 1 മണിക്കൂർ കൊണ്ട് തിരിച്ചെത്തിയിട്ടാണ്. പോയി വന്നു പറഞ്ഞത്. പക്ഷെ തിരക്കുണ്ടായിരുന്നു, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് തന്നെ ഹൈലൈറ്റ് മാളിൽ കയറാൻ ഞാൻ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം അത്രേ ഉള്ളൂ. ഗീതം എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാം, വയറ് നിറഞ്ഞിട്ട് വിഷമത്തില്ല. വയറ് നിറഞ്ഞിട്ടുള്ള വിഷമം. വണ്ടി ഓടിച്ചു വയ്യാണ്ടായി. ബ്ലോക്കാണ്. ഇവിടെ വരെ പോയേനെ ബ്ലോക്കാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, ബൈ.